വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. 10 ഹവേഴ്സ് തമിഴ് മൂവി കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ബാഹുബലിയിൽ കട്ടപ്പ വേഷം ചെയ്ത സത്യരാജ് സാറിൻ്റെ മകൻ സിബിരാജാണ് ഈ സിനിമയിലെ നായകൻ. അപ്പോൾ ഈ സിബിരാജിനെ കാണുമ്പോൾ സത്യരാജ് സാറിനെ കാണുന്ന പോലെ തന്നെ ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അതേ നോട്ടം, അദ്ദേഹത്തിൻ്റെ ഭാവം, അദ്ദേഹത്തിൻ്റെ അഭിനയം, ഹൈറ്റ് ഒക്കെ സത്യരാജിൻ്റെ അതേ സംഭവങ്ങൾ സിബിരാജിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും സത്യരാജോളം വളരണമെങ്കിൽ, അഭിനയത്തിൽ വളരണമെങ്കിൽ സിബിരാജ് ഇനിയും കുറച്ചുകൂടി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും കുഴപ്പമില്ല. ഈ സിനിമയിലത്തെ കാര്യം ഞാൻ പറയുന്നതിന് മുമ്പ് സിബിരാജിന് ഇതിനു മുമ്പ് ചെയ്ത സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും വലിയ വിജയം കക്ഷിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം കക്ഷിയുടെ അഭിനയം മാത്രമല്ല, കക്ഷിയുടെ അഭിനയം ഒരു ആവറേജിലേ പോകുന്നുള്ളൂ. സത്യരാജ് സാറിൻ്റെ അത്രയ്ക്ക് വന്നിട്ടില്ല. അതേസമയം സിനിമകളുടെ കഥയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അങ്ങനെ. പിന്നെ ഒരു സിനിമ മാത്രം, ഒരു ഡോഗി സ്റ്റൈല് പറഞ്ഞിട്ടൊരു പാട്ടുള്ള ഒരു സിനിമയുണ്ട്, അത് മാത്രം ഒരു ആവറേജിൽ ഓടി. പക്ഷെ ബാക്കിയൊക്കെ എൻ്റെ ഓർമ്മയിൽ വലിയ വിജയം കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. കാർഗോസ് എന്ന ഒരു നല്ല കഥാപാത്രത്തെ സിബിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ലാതെ സിബി ചെയ്തിട്ടുണ്ട്. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇത് ഒരു ആക്ഷനുള്ള ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെട്ട മൂവിയാണ്. അത്യാവശ്യം ആക്ഷനുണ്ട്, അതേസമയം മുഴുനീള ക്രൈം ത്രില്ലർ മൂവിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ ഒരു കാൽഭാഗമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ക്രൈം നടക്കുക, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കുറ്റാന്വേഷണം അങ്ങനെയൊക്കെ പോകുമല്ലോ. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇത് തുടക്കം മുതൽ അവസാനം വരെയും ക്രൈം ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ തുടങ്ങുമ്പോൾ പേരെഴുതി കാണിക്കുമ്പോൾ തന്നെ ഒരു ആനിമേഷനിൽ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതൊരു 3-4 മിനിറ്റേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ആ ആനിമേഷനിൽ തന്നെ ആ കുറ്റം തെളിയിക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ അത് തെളിയിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഷെർലക് ഹോംസിൻ്റെ കഥകളില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ആ കുറ്റം തെളിയിക്കപ്പെടുന്ന രീതി ഉണ്ടല്ലോ, ആ മോഡലിലുള്ള ഒരു രീതിയിലാണ് ആ ആനിമേഷനിൽ ആ കുറ്റം തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിങ്ങും ഒരു പ്രതീക്ഷ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കരമായിരിക്കും, ഈ സിനിമയിലെ യഥാർത്ഥത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കഥയും ഇതേപോലെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ നൽകാൻ ഈ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ ഇളയരാജ കാളിയ പെരുമാളിന് കഴിഞ്ഞിട്ടുണ്ട്. ആ തുടക്കം തന്നെ ഗംഭീരമായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ആ ഒരു പുതിയ ആ ഒരു കുറ്റാന്വേഷണ കഥ ചെന്ന് അവസാനിക്കുന്നത്, തീരുമാനമാകുന്നത് സിനിമയുടെ അവസാനം പേരെഴുതി കാണിക്കുന്ന നിമിഷത്തിൽ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ ക്രൈം സംഭവിച്ച് അങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ ഇതിൽ ഹീറോയിനോ അല്ലെങ്കിൽ ഹീറോയുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ കോമഡിക്കോ അതിനൊന്നും പ്രാധാന്യമില്ല. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ആ ഒരു ജോണറിന് ഇതിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് KS സുന്ദരമൂർത്തിയാണ്. കക്ഷി ക്രൈം ത്രില്ലർ മൂവിക്ക് വേണ്ട രീതിയിൽ ഫാസ്റ്റിലുള്ള ഒരു മ്യൂസിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ സിനിമയ്ക്ക് നല്ല മാറ്റ് കൂട്ടിയിട്ടുണ്ട്. നല്ല മ്യൂസിക്കാണ്. അതേപോലെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് കാർത്തിക് വെങ്കട്ടരാമനാണ്. കക്ഷി നല്ല രീതിയിൽ തന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൽ ബസ്സിൽ മൂവ് ആകുമ്പോൾ, അതേപോലെ പോലീസ് ജീപ്പിൽ മൂവ് ആകുമ്പോഴൊക്കെ ഉള്ള ആ സ്പീഡിലുള്ള സിനിമാറ്റോഗ്രാഫി വേണം. അത് നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡ്രോണിൽ വെച്ചിട്ട് മുകളിലത്തെ ആകാശ ഒരു വിഷ്വൽസൊക്കെ ഉണ്ട്. അതൊക്കെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ സിനിമാറ്റോഗ്രാഫിയും കുഴപ്പമില്ല. അപ്പോൾ ഈ സിനിമയിലെ വില്ലൻ ആരാണെന്ന് കാണിക്കുന്നില്ലെങ്കിലും വില്ലൻ ഒരുപാട് കാര്യങ്ങൾ ഈ കാർഗോസ് എന്ന ആ നായക കഥാപാത്രത്തെ വട്ടം കറപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ വട്ടം കറപ്പിക്കുമ്പോഴൊക്കെ ഈ നായകനായ കാർഗോസ് കഥാപാത്രം ഡിറ്റക്റ്റീവ് മോഡലിൽ അതിലൊക്കെ വിജയം കാണാൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ അത്രമാത്രം ഞാൻ പറയുന്നു. ബാക്കി എന്താണ് സിനിമ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് മോഡലിലുള്ള കഥയായതുകൊണ്ട് നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ അങ്ങനെ പോയിട്ട് ഈ സിനിമ നല്ല രീതിയിൽ തന്നെ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് ഒരു കുറവായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിലെ വില്ലൻ ആരാണ് എന്നുള്ള ഒരു സസ്പെൻസ് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വലിയൊരു ആക്ടറായിരിക്കും നടന്ന്. പക്ഷെ അങ്ങനെയില്ലാതെ
ഒരു സാധാരണ നടനെയാണ് കാണിച്ചത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഒരു നടൻ എന്ന് പറയുമ്പോൾ സാധാരണ നടൻ വലിയ നടൻ എന്നൊന്നും ഇല്ലല്ലോ. അങ്ങേരുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. കാരണം ഓഡിയോയിലൂടെ തന്നെയാണ് ഇതിലെ പ്രധാന വില്ലനെ നമ്മൾ അറിയുന്നത്. പക്ഷേ അല്ലാതെ വില്ലന്മാർ കുറേ സംഭവമൊക്കെ ഉണ്ട്, ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആളെ കാണിക്കുമ്പോൾ ഇയാളായിരുന്നോ എന്ന് തോന്നിപ്പോയി. പക്ഷെ എന്നാലും അവിടുന്ന് അങ്ങോട്ട് അയാളുടെ ഒരു നല്ല സംഭവങ്ങൾ വേണമായിരുന്നു. അതായത് ഈ കാർഗോസും ഈ വില്ലനും തമ്മിലുള്ള ആക്ഷൻ രംഗങ്ങളുണ്ട്. അപ്പോൾ ആക്ഷൻ പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കിയ പോലെ ആയിപ്പോയി, തീർന്ന പോലെ ആയിപ്പോയി. ശരിക്കും ഇത്രയും ചെയ്ത ആ വില്ലൻ ഒരു ഗംഭീരമായിട്ട് കാർഗോസിനെ അടിച്ചു വീഴ്ത്തണമായിരുന്നു. എന്നിട്ട് കാർഗോസ് എഴുന്നേറ്റ് ശക്തമായ തിരിച്ചടിയിലൂടെ ആ ഒരു ആക്ഷനൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ത്രില്ലിങ് ആകുമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കാതെ, എന്നാലും ആക്ഷൻ ഉണ്ട് കേട്ടോ, രണ്ടുപേർക്കും ആക്ഷൻ ഉണ്ട്, കുഴപ്പമില്ല. ഇതിൽ ഒരു 3 ആക്ഷൻ കാര്യമായിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സിനിമയുടെ ഒരു കുറച്ച് ഭാഗം കഴിഞ്ഞ് തന്നെ ബസ്സിലുള്ള യാത്രക്കാരെയൊക്കെ അവരിൽ ഒരു വില്ലനുണ്ട്, അതിലൊരു കൊലപാതകയുണ്ട്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യുമ്പോൾ എല്ലാവരെയും മാറി 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 ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ അതിൽ വില്ലൻ ആരാ, കൊലപാതകി ആരാന്ന് കണ്ടുപിടിക്കാൻ കാർഗോസിന് ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരുന്നുണ്ട്. കാരണം എല്ലാവരും പല രീതിയിൽ പറയുന്നു, എല്ലാവരിലും സംശയം തോന്നിക്കത്തക്ക രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ബസ്സിലുള്ള ഏകദേശം പേരൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുഷിപ്പ് അവിടെ വന്നിട്ടുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കാരണം ഡിറ്റക്റ്റീവ് മോഡലിലാണ് അവരെ ഓരോരുത്തരെ ചോദ്യം ചെയ്യുമ്പോഴും കാര്യങ്ങളിലെത്തുന്നത്. പിന്നെ അവസാനം പുള്ളി അത് കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അവസാനം കക്ഷി വന്നിട്ട് ഞാൻ അത് റെഡിയാക്കി എന്നൊക്കെ, അത് എന്താ പറയുന്നില്ല, പറയുന്ന സമയത്തൊക്കെ ഇത് ഇങ്ങനെയായിരുന്നോ, കാരണം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലൊന്നും അല്ലാതെ വേറെ രീതിയിലാണ് കഥ പോകുന്നത്, ആ സംഭവം തെളിയുന്നത് മുതൽ. അപ്പോൾ അതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറവേ എനിക്ക് തോന്നിയുള്ളൂ. ഈ ബസ്സിലുകാരെ ചോദ്യം ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൂടുതൽ വരുന്നുണ്ട്. അതൊരു മുഷിപ്പല്ല, ബോറടിയല്ല, എന്നാലും കുറേ സമയം ആവുമ്പോഴേ അത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ വില്ലൻ്റെ അടുത്ത് ഒന്നുകൂടി ഗംഭീര അടി വേണമായിരുന്നു എന്ന് തോന്നിപ്പോയി, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും. അതായത് ഈ സിനിമ ആർക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ക്രൈം ത്രില്ലർ മൂവികൾ, അതേപോലെ ആക്ഷനൊക്കെ ഗണത്തിൽപ്പെട്ട മൂവികൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഈ സിനിമ എബോവ് ആവറേജ് ആയിട്ടാണ് തോന്നിയത്.